ഹായ് ഗൈസ്, ജിടെക്കും ന്യൂസ് മലയാളവും ചേർന്ന് നടത്തുന്ന സോക്കർ ഗാല പ്രവചന മത്സരത്തിന്റെ അടുത്ത വിജയിയെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നമ്മളൊക്കെയും ഇന്നലെ വളരെ ആവേശത്തോടെ കണ്ണിമ ചിമ്മാതെ ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടി കണ്ട പോരാട്ടം സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും. അപ്പം അതിൽ ശരിയായ സ്കോർ കാർഡ് പ്രവചിച്ചത് 23 പേരാണ്. ഈ 23 പേരിൽ നിന്ന് ഒരാൾ ആരാണ് ആ ഭാഗ്യശാലി എന്ന് അനേന സതീഷ് ഇപ്പം കണ്ടുപിടിക്കും. അനേന സതീഷ് എടുക്കൂ. സാൽവി എസ് കോട്ടയം. സാൽവിയാണ് അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഭാഗ്യശാലി. ഇനി നമുക്ക് രണ്ടാമത്തെ മത്സരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ മത്സരം ബെൽജിയവും അമേരിക്കയും തമ്മിലായിരുന്നു. കാര്യം എൻ്റെ കയ്യിൽ വലിയ കുടമൊക്കെ ഉണ്ടെങ്കിലും ആകെ 2 പേര് മാത്രമേ കൃത്യമായ സ്കോർ കാർഡ് പ്രവചിച്ചിട്ടുള്ളൂ. ഈ 2 പേരിൽ ആരാണ് ഇന്നത്തെ ഭാഗ്യവാൻ അതല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് രേഷ്മ രാജൻ പറയും. സാധാരണ എടുക്കുന്ന പോലെ കൈ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, കണ്ണടച്ചെടുക്കണം. 2 പേരേ ഉള്ളൂ. ഓക്കെ, ജോയൽ ടോസൻ കോട്ടയം. ജോയൽ ടോസൻ കോട്ടയമാണ്. അല്ല, കോട്ടയത്തിൽ നിന്നുള്ള ജോയൽ ടോസൻ ആണ് ഇതിലെ ഭാഗ്യവാൻ. അപ്പം ജോയലിന് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇന്നത്തെ 2 മത്സര വിജയികളെയും നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി നാളെ വീണ്ടും കിടിലൻ മത്സരമൊക്കെ ഉണ്ട്. അർജന്റീനയുടെ മത്സരമൊക്കെ വരാൻ പോവുകയാണ് നാളെ. അപ്പോൾ അതിന്റെ മത്സര വിജയികൾ ആരൊക്കെയാണെന്ന് അറിയാൻ സോക്കർ ഗാലയിൽ നാളെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. സ്പെയിൻ പോർച്ചുഗൽ മത്സരം ശരിയായി പ്രവചിച്ചവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് കോട്ടയം സ്വദേശി സാൽവി എസിനെയാണ്. ബെൽജിയം അമേരിക്ക മത്സരം ശരിയായി പ്രവചിച്ച 2 പേരിൽ നിന്ന് തെരഞ്ഞെടുത്തത് കോട്ടയം സ്വദേശിയായ ജോയൽ ടോസിനെയാണ്. 2 പേർക്കും അഭിനന്ദനങ്ങൾ. വിജയികൾക്ക് 2000 രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കും. ശരിയുത്തരം അയച്ച മുഴുവൻ പേരെയും ബമ്പർ നറുക്കെടുപ്പിലേക്കും പരിഗണിക്കും. ഇന്ന് ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ 2 മത്സരങ്ങളാണ് ഉള്ളത്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന സൂപ്പർ പോരാട്ടത്തിൽ അർജന്റീന ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 1:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ കൊളംബിയയ്ക്ക് സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്ക്രീനിൽ കാണുന്ന 92490 98478 എന്ന നമ്പറിലേക്ക് രാത്രി 9 മണിക്ക് മുൻപായി മത്സരഫലം, സ്വന്തം പേര്, മൊബൈൽ നമ്പർ, അഡ്രസ് എന്നിവയോടെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. മത്സരഫലം അയക്കുമ്പോൾ എത്ര ഗോൾ എന്ന് കൃത്യമായി സ്കോർ കാർഡ് തന്നെ പ്രവചിക്കണം. ഇനി മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെങ്കിൽ അതും കൃത്യമായി രേഖപ്പെടുത്തി വേണം അയക്കാൻ. വിജയികളെ ന്യൂസ് മലയാളം സ്പോർട്സ് യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണുന്ന QR കോഡ് ഉപയോഗിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.